ഹലോ ഗായ്സ്, എല്ലാം നമുക്ക് ഗെയിമർ ഗോസ്റ്റ് പുതിയ വീഡിയോയിലേക്ക് ഇപ്പം നിങ്ങളാണ് ബാക്കി എന്തോ നിൽക്കുന്നതെന്ന്. അതെ ഗൈസ്, ഗോൾഡ് ഫാം അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഗോൾഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ നോക്കി ചെയ്തേ. പിന്നെ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർട്ടൽ കാര്യങ്ങൾ കണ്ടാ ഇതുണ്ടാക്കി പിന്നെ ഈ ഗോൾഡ് ഫാം ഉണ്ടാക്കി. ഈ രണ്ടിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം നമ്മുടെ സ്റ്റോറേജ് പറഞ്ഞുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇടാനും പറ്റിയില്ല. പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്തു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കളയാൻ നോക്കി. അപ്പോൾ എൻ്റെ കൈ തട്ടി അറിയാതെ ഈ വീഡിയോ എടുത്ത് കളഞ്ഞ്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് അത് കേട്ടാൻ പറ്റത്തില്ല. കാരണം ഒറിജിനൽ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അതിനെ യൂട്യൂബിൽ ഇടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒറിജിനൽ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ല എന്നെക്കൊണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങൾ ഇത്ര ആയിട്ട് കാണിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ കുറേ ആയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ ഇതൊക്കെ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഞാൻ വർക്കാക്കി നോക്കിയതാണ് ഇതിനെയൊക്കെ. ഇതൊക്കെ നന്നായിട്ട് ഇപ്പോൾ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൺട്രോളർ മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇതൊക്കെ ഒന്ന് ഓണാക്കി നോക്കിയതാണ്. ഇപ്പോൾ ഞാൻ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ആൾക്കാർ വീഴാനുള്ളതാണ്. കണ്ടോ, ഇതെന്തോ ഇങ്ങനെ കത്തുന്നതെന്ന് എനിക്കറിയില്ല. ലാഗാണോ വേറെ എന്തെങ്കിലും ആണോ? ലാഗ് അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ലാഗ് എന്തോന്നൊന്നും മനസ്സിലാവും. ഓണാക്കുമ്പോൾ കണ്ട എഫിഷ്യൻ്റായിട്ട് ഇത് വർക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല എഫിഷ്യൻ്റാണ് ഈ ഫാമിൽ. ഇപ്പം ഞാനിത് ഓണാക്കിയിട്ട് താഴോട്ട് പോകാം. പിന്നെ ഞാൻ ഇതിനകത്ത് ട്രേഡിൻ്റെ കില്ലറാണ് ഗൈസ് ഉപയോഗിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ തന്നെ വേണം കുറേ നേരം. അങ്ങനെ ഞാൻ അത് കണ്ടുപിടിച്ച് പോയി. അങ്ങനെയാണ് വീഡിയോ ഒക്കെ വരാൻ കുറേ ലേറ്റായത് ഈ ഫാം ഉണ്ടാക്കും. പിന്നെ ഞാൻ കുറേ റിസോഴ്സ് ഗ്രൈൻഡ് ചെയ്തടാ. പിന്നെ ഞാൻ ബാസ്റ്റിയൻ പോയിട്ട് ബാസ്റ്റിയനിൽ നിന്ന് നമ്മുടെ പ്ലേറ്റ് ഉണ്ടല്ലോ, എന്തോ പ്ലേറ്റ് പുതിയ അപ്ഡേറ്റ് വന്ന നമ്മുടെ പ്ലേറ്റ് ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തുള്ളല്ലോ. അത് കണ്ടുപിടിച്ച് പിന്നെ നമ്മുടെ ഇത് എടുത്ത് ഇപ്പം ഇതൊന്ന് ഓണാക്കണം. ഇത് നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ XP കാര്യങ്ങളൊക്കെ ഇപ്പോൾ കയറും ഇവിടെ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഓണാക്കി ഇവിടെ വയ്ക്കുകയാണ്. പിന്നെ എനിക്ക് ഫയർ ആസ്പെറ്റാസിൻ്റെ ഒരു സോഡ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, കൺട്രോളർ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ വയസ്സ്, ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് മെൻറ്റ് ചെയ്ത് പടപടാന്ന് മെൻറ്റായി പോകുന്നത്. ഇപ്പോൾ അത് മെൻറ്റായി തീരും. എന്തോ തീരാത്ത ഇപ്പോൾ തീരേണ്ടി വരുന്നുള്ളേ. തീർന്നു. അങ്ങനെ നല്ല ഇതാണ്. ഇപ്പം ഞാനിട്ടൊന്ന് ടെമ്പററി ഇതായതുകൊണ്ട് തന്നെ. പിന്നെ എനിക്ക് അവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ കാണിച്ചു തരാം. ഒരു ഫയർ ആസ്പെക്റ്റാസ് നല്ലൊരു സോഡ് കിട്ടി, ലൂട്ടിങ് 2 ഉള്ളത്. പിന്നെ ഇത് ഫയർ ആസ്പെക്റ്റാസ് നോർമൽ സോഡ്. ഇത് ലൂട്ടിങ് സോഡും കൊണ്ട്. ഇപ്പം നമുക്ക് ലൂട്ടിങ് സോഡും കൊണ്ട് ഇരിക്കാം. ഇത് നമ്മൾ ലൂട്ടിങ് സോഡും കൊണ്ട് ഇരിക്കുന്നത് ഇവിടെ. പിന്നെ ഇത് സ്റ്റോറേജ് ഏരിയ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഞാൻ ഇപ്പോൾ വെക്കുന്നത് ഇതിനകത്ത് സ്റ്റോറേജ് ഏരിയ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും വെക്കണം. ഇപ്പോൾ ഇത് XP ഇട്ടാൽ മാത്രമായിട്ടാണ് ഈ ഫാം ഇവിടെ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടുത്തെ നമ്മൾ പഴയ XP ഫാം കാര്യങ്ങളൊക്കെ നമ്മൾ മോപ്പ് ഫാം ആക്കാൻ പോവാണ്. അത് മോപ്പ് ഫാമാണ്. അതിനകത്ത് നിന്നായിരുന്നു XP കിട്ടുന്നത്. നമ്മൾ മോപ്പ് ഫാം ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അതിനെ ക്രീപ്പർ ഫാം ആക്കും. അതിനകത്ത് നോക്കി XP കിട്ടുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മോപ്പ് ഫാം ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഓഫാക്കിയിടാം. ഇന്നത്തെ നമ്മുടെ പരിപാടി വേറൊന്നുമല്ല, മാക്സിമം അപ്ഗ്രേഡ് ആവണം. ഇപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ആയേക്കുന്നത് ഇതാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, രാത്രിയാണ്. അമ്മമാരിപ്പോൾ ഇറങ്ങി നടക്കും. എന്താ എനിക്കൊന്ന് കയറാൻ പറ്റാതെ വീട്ടിൽ സാധനം കിടന്നടിക്കുന്നുണ്ട്. തന്നെ നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ സാധനം ഒന്ന് ഓഫാക്കിയിട്ട് വരട്ടെ. നല്ല ലാഗ് കാര്യങ്ങൾ അടിക്കുന്നുണ്ട് ആ സാധനം ഇരിക്കുമ്പോൾ. എനിക്ക് മനസ്സിലായി ലാഗ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടെന്ന്. ഇപ്പം നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ആ പോർട്ടൽ കത്തുന്ന കാണാൻ പറ്റും. ആ പോർട്ടൽ കാര്യങ്ങൾ കത്തുന്നുണ്ട്. ഇപ്പം ഇവിടെ എടുത്ത് നിൽക്കുന്നു.
പിന്നല്ല ഏതാ ഈ ഫാം ഒന്ന് ഓഫാക്കിയിടാം. ഇമാരെ താഴെ എത്തുമ്പോൾ 1 ഹിറ്റാണ്, അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചാവും. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടത്താം. ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോർട്ടൽ കത്തി നിൽക്കുന്നുണ്ട്, ലാഗ് അടിക്കുന്നുണ്ടോ, അങ്ങ് ഓഫാക്കിയിട്ട് വരാം. എനിക്ക് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഓഫാക്കണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസ്പെൻസർ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ആദ്യം ഞാൻ ഈ സാധനം ട്യൂട്ടോറിയലൊക്കെ നോക്കിയാണ് ചെയ്തത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഓഫാവും. ഓക്കെ, ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, ലാപ്പി, അതായിരുന്നു. ഓക്കെ, നമ്മൾ ബാക്കായിട്ടുണ്ട്. ഇത് ആക്ഷൻ സ്റ്റഫ് അല്ല ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ആക്ഷൻ സ്റ്റഫിൻ്റെ പ്രശ്നമല്ല ഇത് കണ്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞെന്നറിയില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ ആക്ഷൻ സ്റ്റഫ് ഇട്ടൊന്ന് കയറിയായിരുന്നു. ഇത് കണ്ടായിരിക്കുന്നേ. നിങ്ങൾക്കുണ്ടോ ഈ ബഗ്ഗെന്ന് പറയണേ? ഇതെന്തോ സാധനം എനിക്കറിയില്ല. ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് തന്നെ, പക്ഷേ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതെന്തെങ്കിലും ബഗ്ഗാണോ ഗ്ലിച്ചാണോ എന്നൊക്കെ പറയണേ നിങ്ങൾ. ഇനി ഇതിപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഗോൾഡൻ ക്യാരറ്റ് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വന്ന് ഷുഗർ കെയിം, ബാമ്പു ഫാമൊക്കെ ഉണ്ടാക്കാനൊക്കെ കൊണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അത്രയും ഒബ്സർവർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ്സ് മൈൻഡ് ചെയ്യാൻ പോയി, ബാക്കി കോഡ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടാക്കാനുള്ളത് ഒരു സ്റ്റാക്ക് വെച്ചിട്ടുള്ളത് നമ്മുടെ ഇതിന് ഷുഗർ കെയിന്, ഒരു സ്റ്റാക്ക് വെച്ചിട്ടുള്ളത് നമ്മുടെ ബാമ്പും, പിന്നെ 5 ഹോപ്പർ വെച്ചിട്ടുള്ളത് അത് നമ്മുടെ അയൺ ഫാമിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിനാണ്. അയൺ ഫാം വേറൊരു പണിയും കൂടെ ഉണ്ട്, അതിനൊക്കെയാണ്. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു സ്റ്റാക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് തന്നെയാണ്. ഇതിന് മാത്രം ഇതിനും കൂടെ ഞാൻ ഇനി ഗ്രൈൻഡ് ചെയ്തില്ല, അതിനും കൂടെ ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ ഇത് നമുക്ക് 2 ട്രിം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ട് സോൾ സ്പീഡ് എന്ന് പറയുന്ന 2 എൻജോയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡയമണ്ട് ഷവൽ കിട്ടി. പിന്നെ കിട്ടിയത് പിന്നെ ഒരു സ്റ്റാക്ക് ടോർച്ച് വരുന്നത് ഇതിനാണ്, ബട്ടോളർ ഫാം ഉണ്ടാക്കാനാണ്. പിന്നെ ഇത് ഇരിപ്പുണ്ട്. പിന്നെ ഗ്ലാസ് ഇരിക്കുന്നത് ബാമ്പുവിനും ഇതിനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഈ ആർമർ ട്രിം 2 എണ്ണം കിട്ടി. 2 എണ്ണം കിട്ടിയാൽ ഞാൻ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അങ്ങനെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇന്നൊരു ഗോള് വേണ്ടേ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും. ബാക്കി പിസ്റ്റൺ പറഞ്ഞില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. കുറേ ചെസ്റ്റ് ഉണ്ടാക്കി വെച്ച്, കാരണം എനിക്കിവിടെ മൊത്തം ഇത് കാരണം ആ ബാക്കിയൊന്നും വെച്ചില്ല, കുറേ ഉണ്ട് ഇതിനകത്ത് വെക്കാൻ. ഫാം ഉണ്ടാക്കിയതുകൊണ്ട് അതെന്ന് തോന്നുന്നു പറ്റിയേ. എനിക്ക് കയറുമ്പോൾ റെഡിയാക്കാം. എൻ്റെ പുതിയ സ്കിൻ എങ്ങനെ ഉണ്ടെന്നൊന്ന് നിങ്ങൾ റേറ്റ് ചെയ്യണേ. നല്ല സ്കിന്നാണോ അതോ പന്ന സ്കിന്നാണോ നിങ്ങളൊന്ന് റേറ്റ് ചെയ്യണം എൻ്റെ സ്കിന്ന്. പിന്നെ ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഒന്ന് റേറ്റ് ചെയ്യണം. ഓക്കെ 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 ഇതിപ്പോൾ നമ്മുടെ ടെമ്പററി സ്കിന്നാണ് കേട്ടോ. ടെമ്പററി സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും മാറുന്ന സ്കിന്നാണ്. ഇപ്പോൾ എൻ്റെ പെർമനൻ്റ് സ്കിൻ എന്ന് പറയുന്നത് മറ്റേ മൈക്ക് വെച്ചിട്ടുള്ള ഒരുത്തനുണ്ടല്ലോ, അവൻ്റെ സ്കിന്നാണ്. കാരണം അവൻ്റെ സ്കിൻ എടുക്കാൻ കാരണം തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ബാനർ നോക്കിയേ കാണാം, അവൻ്റെ തലയാണ് വെച്ചേക്കുന്നത്. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത തലയാണ്. ആ തല വെച്ചേക്കുന്നതിൻ്റെ കാര്യം തന്നെ അതാണ് എൻ്റെ പെർമനൻ്റ് സ്കിന്ന് വരുന്നത്. പിന്നെ ഈ സ്കിൻ ഇട്ടിട്ട് കളിക്കുന്നത് ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചറിനോട് ചേർന്ന സ്കിന്നാണിത്, അതുകൊണ്ടാണ് ഇതിട്ട് കളിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കും, നമുക്ക് പ്രത്യേകിച്ച് സ്കിന്ന് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ പരിപാടി നമ്മളൊരു പ്രോപ്പർ സ്റ്റോറേജ് ഏരിയ, അതാണ് പരിപാടി. ഇതൊന്ന് ഓഫ് ആൻഡ് ഓൺ ചെയ്യട്ടെ. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ സാധനം ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അതാണ് ഇന്നത്തെ പരിപാടി. ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ബ്രിക്കാണ്. ഇച്ചിരി ബ്രിക്ക് കളക്ട് ചെയ്യും കൊണ്ട് സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ. ബ്രിക്കും ഗ്ലാസ് എന്ത് ചെയ്താണ്ട് ഗ്ലാസ് ഒരു സ്റ്റാക്ക് ഇരിപ്പുണ്ട്. ബ്രിക്ക് 15 എണ്ണേ ഉള്ളൂ.
ഇതെന്താ പോളിഷ്ഡ് ബ്ലാക്ക് സ്റ്റോൺ ബുക്ക് പണിയാനല്ലേ. പിന്നെ ഒബ്സീഡിയനും കിട്ടിയായിരുന്നു അവിടെ നിന്ന്. ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ട്, ഇത് ഇത്ര ഇരിപ്പുണ്ട്. ഇതിനകത്ത് പിന്നെ എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് ഒന്ന് നൈസിന് പൊട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു ചെസ്റ്റ് പ്ലേറ്റാണ് കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഷാർപ്പ്നസ് ടൂവ് മെൻഡിങ്. നമുക്ക് മെൻഡിങ് എടുത്ത് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റിൽ ഇടണം. പിന്നെ കുറേ ബുക്ക് കാര്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റോൺ ബുക്ക് കാര്യങ്ങളുടെ സ്റ്റെയർ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. നോക്കട്ടെ ഇത് എവിടെ കൊണ്ട് വെച്ച, ഈ ബ്രിക്കൊക്കെ എവിടെ കൊണ്ട് വെച്ചോ എന്തോ അറിയില്ല. നമുക്ക് ഈ കൊബിൾ സ്റ്റോൺ കൊണ്ട് തന്നെ പണിയാം. കൊബിൾ സ്റ്റോൺ കൊണ്ട് ഇത് ടഫ് ബ്ലോക്ക് അല്ലേ, ടഫ് ബ്ലോക്ക് കൊണ്ട് പണിയാൻ ഇച്ചിരി പാടെന്നല്ല. ആ സാധനം എനിക്ക് ഭയങ്കര റയർ സാധനം, അത് വേണം. അതുകൊണ്ട് തന്നെ അത് ഞാൻ ആർക്കും കൊടുക്കില്ല. പിന്നെ സ്മെൽറ്റ് ചെയ്യണോ അത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയോ? ഇങ്ങനെ തന്നെ വയ്ക്കാം. കുളമാവോ അറിയില്ല, വെക്കാം നമുക്ക് ഇങ്ങനെ തന്നെ. ഞാൻ പിന്നെ ഗോൾഡൻ ക്യാരറ്റൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് നമുക്ക് വയ്ക്കാം. ഫസ്റ്റ് ഒരു കോട്ട് വെച്ചിട്ട് ഇത് ഒരു 3 ലെയറാണ് നമുക്ക് വെക്കേണ്ടത് തോന്നുന്നു. ഒന്ന് ഇത് വെക്കണം, അല്ല 2 എണ്ണം ഇത് വെക്കണോ? എങ്ങനെ, ഒരെണ്ണമല്ലേ? ഒരു ലെയർ തന്നെ. നമുക്ക് 2 എണ്ണം വെക്കണോ 1 വെക്കണോ? ഒരു ലെയർ വയ്ക്കാം ആദ്യം. ഒരു ലെയർ ഇത് വയ്ക്കാം. ഇവിടെ 2 ബ്ലോക്ക് എടുപ്പുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഓക്കെ ഇനി ഇത് ഇവിടെ വെക്കണം. എന്നിട്ട് ഈ പിന്നെ നമുക്ക് കണക്റ്റീവ് ഗ്ലാസ്സോ അങ്ങനെ ഒരു പാക്കോ എല്ലാം ഉണ്ടെങ്കിൽ എന്ന് പറയണേ. ഗ്ലാസ് കണക്റ്റ് ആയിരിക്കുന്നു. എനിക്ക് ഈ ഗ്ലാസ്സിലൊന്നും അടുക്കുള്ള വര ഇഷ്ടപ്പെടുന്നില്ല. അത് ജാവയിലും ഏതൊരു പാക്കുണ്ട്, അതെനിക്കറിയാം. കണക്റ്റീവ് ഗ്ലാസ് ജാവ വാനില പാക്കോ അങ്ങനെ എന്താണ്ടൊരു പാക്കുണ്ട്. ഇത് 1.18 ഏതോ ഉള്ളതാണ് ആ പാക്ക്, അതെനിക്കറിയാം. പിന്നെ ഇങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്കിത് വെക്കാടാ, സ്ലാബ് വെക്കുന്നത് നല്ലത്. അതാകുമ്പോൾ ഒരു മോബ് ഇതിൻ്റെ മുകളിൽ കൂടെ ചാടിക്കയറത്തില്ല, അപ്പുറത്തോട്ട് ചാടിക്കയറത്തുമില്ല, ഒരെണ്ണം എൻ്റെ മുകളിൽ സ്പോണാവത്തുമില്ല. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം, ഇതിൻ്റെ സ്ലാബ് കുറട്ടെ ഇത്രയും മതിയാവും. ഈ സംഗതി നമ്മൾ സ്ലാബ് വയ്ക്കണം ഇനി അവിടെ. ഇത് ഇപ്പം ഞാൻ അധികം അങ്ങനെ എഡിറ്റ് ചെയ്യണോ എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഈ വീഡിയോ. കാരണം ഒന്നാമത് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ ടൈമില്ല. ഇപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് പോകണ്ടാത്തതുകൊണ്ട് തന്നെ, എന്നാലും എനിക്കിപ്പോൾ ടൈമില്ല. നമ്മുടെ പുതിയൊരു സർവർ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ പേര് ഭരണം MC എന്നാണ്. ഇതെൻ്റെ സ്വന്തം സർവറാണ്. അപ്പോൾ ഭരണം MCയിൽ കയറാൻ താല്പര്യമുള്ളവർ ഒന്ന് പറയണം. കാരണം നമ്മൾ പ്ലെയേഴ്സിനെ തിരയുന്നുണ്ട്. ഇത് ഒരു SMB ആണ് ഭരണം MC എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഹോസ്റ്റൊക്കെ ഉടനെ വരും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കയറ്റുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കയറ്റുന്നതാണ് ഈ സർവറിലോട്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കയറ്റാം നിങ്ങളെ. ഓക്കെ. ഇപ്പം സൂര്യൻ അസ്തമിക്കാറായില്ല. ടീം ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് പോകണം. ഇല്ല, ടീം ഇറങ്ങി ഇപ്പം കൊല്ലും. അതുകൊണ്ട് പോയി കിടക്കാം. എന്നാൽ നമ്മൾക്ക് ഡയമണ്ട് ആർമർ ആയതുകൊണ്ട് ആരും കൊല്ലത്തൊന്നുമില്ല. എന്നാലും കൊന്നാലോ,
ഞാനൊരു PvP ന്യൂബായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഇപ്പോൾ കളിക്കുന്ന ബെഡ് വാറല്ല ഞാൻ ജയിക്കുന്നത്. ഇവിടെ എന്തുവാണെന്നറിയില്ല. അവന്മാർ ന്യൂബായിട്ടാണോ ഞാൻ ന്യൂബായിട്ടാടാ. ഹലോ ദാറ്റ് നിൽക്കണം. അയ്യോ ക്രീപ്പർ പൊട്ടിയേ. ഓഫ് ക്യാമറ ഇരുന്നത് ഗ്രാൻഡ്. ഒരു ക്രീപ്പർ പൊട്ടുന്നതിന് ഇത്രയൊക്കെ കിട്ടുമോ? ഞാൻ കളിച്ചു തുടങ്ങിയ സമയത്ത് ഒരു ക്രീപ്പർ കിട്ടുമ്പോൾ 4 ബ്ലോക്കേ പൊട്ടത്തോളം ചുറ്റിട്ട് ഇങ്ങനെയൊക്കെ ക്രീപ്പർ കിട്ടുമായിരുന്നു. പിന്നെ ഇതൊന്ന് ഓണാക്കി നോക്കാം. വർക്കാവുന്നുണ്ടോ? വർക്കാവേണ്ടതാണ് ഇപ്പോൾ. ഓക്കെ അമ്മര് വീഴുന്നുണ്ട്. തിരിച്ച് പോർട്ടലിലൊന്ന് കയറിപ്പോയി. ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഈ പോർട്ടൽ ലിങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതാടാ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നേ. അത് അവിടെ എന്തേലും ഉണ്ടോ? ശരി നോക്കട്ടെ. ഓക്കെ ഇപ്പൊ വീഴുന്നവന്മാരെല്ലാം പോവും. അതാ ഞാൻ നോക്കുന്നത്. അതാര് വെച്ചാ അത്. ഓക്കെ, ഇനി നമ്മളെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയ ഒന്ന് ഉണ്ടാക്കണം. അതിനുണ്ട് ഇത് ലാഗ് അടിക്കുന്ന ഈ സാധനം ഒന്ന് ഓഫാക്കിയിട്ട് ഇതെന്ത്. ഇനി നമ്മൾ ഇച്ചിരി അയൺ മൈൻ ചെയ്യാൻ പോകണം. അയൺ മൈൻ ചെയ്യാൻ പോകാൻ എൻ്റെ അയൺ ഇരിപ്പുണ്ടോ എല്ലാം ഒന്ന് നോക്കണം കയ്യിൽ. അല്ലെങ്കിൽ നമ്മളത് ചെയ്തത് വെറുതെ. 8 ഇരിപ്പുണ്ട് ഓൾറെഡി. 8 ഇരിപ്പുണ്ട്. ഇനി നമ്മൾ അയണോ വല്ലതും ഇരിപ്പുണ്ടോ നോക്കട്ടെ. ആ ചെസ്റ്റ് കാര്യങ്ങളിൽ 3 സ്മെൽറ്റ് ചെയ്യാനിരിപ്പുണ്ട്. നേരത്തെ എല്ലാത്തിനും ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അങ്ങനെ എല്ലാം അത്ര സ്റ്റാക്ക് കണക്കിൽ ഞാൻ എല്ലാം ഉണ്ടാക്കത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, എനിക്ക് എടുത്ത് വെക്കാൻ മടി. ഈ സാധനം ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല, മടിയെ. പിന്നെന്തിനാ ഉണ്ടാക്കുന്നേ? എനിക്കറിയില്ല. 8 ഇരിപ്പുണ്ട്. ഇതും കൊണ്ടൊരു ഹോപ്പർ ഉണ്ടാക്കാൻ പറ്റുമോയെന്നറിയില്ല. നമുക്ക് ഹോപ്പർ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഹോപ്പർ ഉണ്ടാക്കുക. ഇതിനകത്ത് വല്ല ഇരിപ്പുണ്ടോ? ഇല്ല. ഇതിനകത്ത് ഇല്ല. ഇതിനകത്ത് 2 കണ്ടിരിപ്പുണ്ട്. 10 ഇതായിട്ടുണ്ട്. ഇതിനകത്തും ഗ്ലാസ് ഇരിപ്പുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, ബാക്കിലോട്ട് പോയിട്ട് ഇതിനുള്ളിൽ എന്തോ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ അതുണ്ടാക്കി. ഇനി ഒരു ഹോപ്പർ കാര്യങ്ങളുണ്ടാക്കണം. അതിനാണ് ഇരിപ്പുണ്ട്. 5 ഇരിപ്പുണ്ട്. ഇങ്ങനെയും കണ്ടല്ലായിരുന്നു ഒരു ഹോപ്പർ ഉണ്ടാക്കുന്നത്. ഇനി ജസ്റ്റ് നടുക്ക് വെക്കണോ? ഇങ്ങനെയായിരുന്നു ഹോപ്പർ ഉണ്ടാക്കുന്നത്. എല്ലാം മറന്നും പോയി. ഹോപ്പറും നോക്കട്ടെ. ഒരു ഹോപ്പർ ഇങ്ങനായിരുന്നു ഉണ്ടാക്കുന്നത്. ഒരു ഹോപ്പർ ഉണ്ടാക്കി. ഇനി ഹോപ്പർ വിത്ത് ജസ്റ്റ് ഓക്കെ അതും ഉണ്ടാക്കി. ഇനി ഒരു റെയിൽ വേണമല്ലോ. റെയിൽ ഇരിപ്പുണ്ടോ? റെയിലുണ്ടാക്കുന്ന എങ്ങനെ? ഇത്ര അയൺ വേണോ? പോയിരുന്നേറ്റ് എനിക്കൊന്നും വയ്യ. പിന്നെ എനിക്ക് അയൺ ചെയ്യാൻ വയ്യേ. ഹോപ്പറും വേണം. കാര്യം ചെയ്യാം. മങ്ങ എന്തായാലും ഇതിൻ്റെ അടിയിലാണ് ഇപ്പം എല്ലാം ഇരിക്കണത്. ഒരു കാര്യം ചെയ്യാം. ഇതിൽ
ആവശ്യമില്ലാത്ത ഹോപ്പറുകൾ നമുക്ക് മാറ്റിയിടാം. ഇപ്പോൾ ഇത് ഇവിടെ ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് ഈ എണ്ണത്തിന് മാത്രം ആക്കി കൊടുക്കുന്നേക്കാളും നല്ലത് ഈ മുകളിലത്തിന് മാത്രം ഇട്ട് കൊടുക്കുന്നേ. അങ്ങനെ നമ്മൾ ഒരെണ്ണപ്പിച്ചിട്ടുണ്ട്. ആവശ്യം വരുന്ന സമയത്തൊന്നും കാണത്തുമില്ല. ഓക്കെ, അങ്ങനെ ആ ഹോപ്പർ കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമുക്ക് പോയി റെയിൽ വേണം. അതാ എനിക്ക് അവിടെ അല്ല റെയിൽ ഇരിപ്പുണ്ടോ നോക്കട്ട്. ഞാൻ എപ്പോഴോ ക്രാഫ്റ്റ് ചെയ്ത് എനിക്ക് തോന്നാമ. ഇല്ലടാ, റെയിലില്ല. ഈ റെയിൽ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കുവാനാ? മോളത്തെ ഫാർമസി വല്ലതും ഇരിപ്പുണ്ടോ? ഇല്ല. എന്താ എനിക്ക് ഇനി ഞാനാണെങ്കിൽ ആ സാധനങ്ങളെല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിച്ചില്ല. എനിക്ക് ഒരു ഇതുണ്ടാക്കാനുള്ള അയൺ കാണുന്നില്ല. ചെറിയൊരു അയൺ മതി. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മെൽറ്റാക്കാം. 3 ഇരിപ്പോള്. എത്ര 6 കൊണ്ട് വേണം ഇതിനകത്ത് വെക്കാൻ. ഇനി ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ അതിനകത്ത് കാണാനില്ല അയണ് കാര്യങ്ങളൊന്ന്. ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. അപ്പോൾ എനിക്കതിനെ കിട്ടി. എവിടെയെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ടെന്നവനെ. സംഗതി ഞാൻ ഇവിടം വരെ ഒന്ന് നോക്കി, എന്നിട്ടൊന്ന് ബാക്കിലോട്ട് നോക്കിയില്ല. ആ വില്ലേജറെ കൊണ്ടുപോകാൻ ഞാൻ തന്നെ ഈ സാധനം വെച്ചത്. എനിക്കറിയാം, നല്ലതുപോലെ അറിയാം. കാരണം ഒരു സോംബി ഒരു ഫയർ ആസ്പെറ്റാസിൻ്റെ തന്നെ സോഡും കൊണ്ട് തന്നെ അടിച്ചിട്ട് പിന്നെ എൻ്റെ ആ ലൂട്ട് കുറേ പോയി അവിടെ വെച്ച്. അതിൻ്റെ കൂടെ ഇതും പോയി, എൻ്റെ മൈൻകാർട്ടെല്ലാം പോയി. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ വീഡിയോ പോയി എൻ്റെ കയ്യിൽ നിന്ന്. അത് നിങ്ങൾ ഈ ലെറ്റ്സ് പ്ലേ സീരീസ് കാണിച്ചു കഴിഞ്ഞിട്ട് തന്നെ സംഭവിച്ച്. അങ്ങനെ അതെല്ലാം എനിക്കറിയാം. ഇങ്ങനെ വെക്കല് അതെനിക്കറിയില്ല. ബട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു വെച്ചിരുന്നത്. ഞാൻ ഇപ്പോൾ കണ്ടോ രക്ഷപ്പെട്ടു ഈ വില്ലേജർമാർ. അല്ലായിരുന്നെങ്കിൽ ഈ വില്ലേജർമാർ ആ സോംബി അടിച്ചേനെ. ഇത്രയും അവന്മാരെങ്ങനെ ഇരുന്നു എന്തോ ഇവിടെ ആർക്കറിയാം. എന്നാലും ഷുഗർ കെയിൻ ഒരു 1-ാം തരമാണ്. എന്നാലും എന്താടാ അങ്ങനെ ഇരിക്കുന്നത് ഷുഗർ കെയിൻ? നമുക്ക് 14 റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ അമ്മമാരുടെ നിന്ന് മൂട്ടിച്ച നമ്മുടെ ഈ വുഡ് ഫാമിൽ നിന്ന് മൂട്ടിച്ച ഹോപ്പറൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുക്കണം. നമ്മളധികം വുഡ് ഫാം ഉപയോഗിക്കാറില്ല, കാരണം ഞാൻ അപ്പം തന്നെ കുറേ ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു വുഡ് ഫാം ഉപയോഗിക്കുന്ന മോഡും ഇല്ല. മാത്രമല്ല ഞാൻ പറഞ്ഞ് തീർന്നില്ല, അതിന് മുമ്പേ ആൾക്കാർ വന്നു തുടങ്ങി. എവിടെ നിന്നാണ് അവന്മാർ ഇറങ്ങി വരുന്നത്? എവിടെ നിന്നാണ് അത്രയും അവന്മാർ ഇറങ്ങി വരുന്നത്? ഞാൻ പലപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ കാണും കുറേ അവന്മാർ ഇറങ്ങി വരുന്നത്. ഇത് എവിടെ നിന്ന് അവന്മാർ ഇറങ്ങി വരുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും അവന്മാർ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്? ഞാനിനി പോയിട്ട് ആ സാധനം ഇവിടെ വയ്ക്കാം. ഇച്ചിരി പണിയാണ് ഇത്. പിന്നെ അത് ആൾക്കാർ കാണാൻ ചാൻസ് കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയുന്നേ, മെഷീൻ ഓഫാക്കിയിട്ട് ആൾക്കാർ കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ മെഷീൻ ഓഫാക്കിയിട്ട് ആൾക്കാരെങ്ങനെ വരും? ഞാൻ ഈ ബ്ലോക്കും കൂടെ അങ്ങ് ഒട്ടിച്ച്, ഇതാണെന്ന് തോന്നുന്നു എൻ്റെ മുകളിലുള്ള ഭാഗം. നോക്കട്ടെ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ബ്ലോക്കാണ്. ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം. അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഇവിടെ ആയിട്ട് സാധനം സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത്
ഓക്കെ, അങ്ങനെ നമ്മൾക്ക് അതിൻ്റെ ഐഡിയ കാര്യങ്ങളൊക്കെ കത്തി. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുവച്ച ജസ്റ്റ് കാര്യങ്ങൾ ഓക്കെ. എനിക്ക് മോളിപ്പോൾ എടുക്കാൻ വയ്യ. ചെയ്യേണ്ടത് ഇത് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നല്ല ചേലായിരിക്കും സാധനം കാണാൻ. എനിക്കറിയില്ല ഗൈസ്, ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതല്ല, ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ മോളിൽ ഇരിക്കുന്ന ഇത് ഏതാ ഗോൾഡ് ഫാം ട്യൂട്ടോറിയലൊന്നും നോക്കുക ചെയ്തതാണ്. സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ടില്ല അതിനകത്ത്. കാരണം ട്യൂട്ടോറിയൽ നല്ലത് കിട്ടത്തില്ല. ആദ്യം ഞാനൊരു ഇപ്പോൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ ട്യൂട്ടോറിയൽ നോക്കി ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ നോക്കിയതിൻ്റെത് അറിയാം എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അതെവിടെ പെടാ ജസ്റ്റ് പോയിക്കോണം. ഇതെന്തോ ഒരു ക്ലിക്ക് വെക്കുമ്പോഴത്തേക്ക് അതങ്ങ് പോന്നി. ഈ റെയിലങ്ങ് മാറ്റണം. ആ റെയിൽ എങ്ങനെ മാറ്റും? ഇതെന്താണോ ഇങ്ങനെ? എനിക്കൊരു കാര്യം ചെയ്യാം, ആ കയ്യും കൊണ്ടങ്ങ് പൊട്ടിച്ചെടുക്കാം. കയ്യും കൊണ്ടങ്ങ് കാണാൻ പൊട്ടിച്ചെടുക്കുന്നത് നല്ലത്. ബീഫ് വെച്ചിട്ട് കാണാൻ പൊട്ടിച്ചെടുക്കാം, അതാ നല്ലത്. ബീഫ് വെച്ചു, നീ ക്രൗച്ച് ചെയ്തു തൂക്കി. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ പൊട്ടിച്ചേനെ. അത് എന്നാൽ കിട്ടി, അത് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മളത് വെച്ച് പിന്നെ മുമ്പേ ഒരു ഗ്ലാസ് ബ്ലോക്ക് വെച്ചില്ലെങ്കിൽ ഈ സാധനം ഉരുണ്ടിങ്ങ് വരും. സൈഡിലും വെക്കണം ഒരെണ്ണം, അല്ല ഈ സാധനം ഉരുണ്ട് വരും. ഓക്കെ, നമ്മൾ സ്റ്റോറേജ് ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കഷ്ടപ്പെട്ടെന്നാലും സ്റ്റോറേജ് ഏരിയ സെറ്റാക്കി. പിന്നെ ഇത് ഞാൻ 2 എണ്ണം വെക്കണം, അല്ലെങ്കിൽ ഇത് പണി കിട്ടും. കാരണം ഈ സാധനം കുറേ വരുന്നുണ്ട്, ഇതിനകത്ത് സോഡ് മെയിനായിട്ട് കുറേ വരുന്നതുകൊണ്ട് തന്നെ ഇത് 2 എണ്ണം വെച്ചില്ലേ പണി കിട്ടും നമുക്ക്. അതുകൊണ്ട് തന്നെ 2 എണ്ണം വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനെ ഒന്ന് മുമ്പോട്ട് കയറ്റി വയ്ക്കായിരുന്നു. മുമ്പോട്ട് കയറ്റി വയ്ക്കാം. ഇതിനൊന്ന് മുമ്പോട്ട് കയറ്റി വയ്ക്കുന്നത് നല്ലത്. അപ്പോൾ അതിനെ ഒന്ന് മുമ്പോട്ട് കയറ്റി വയ്ക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ഓട്ടോ സോൾട്ടറൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഓട്ടോ സോൾട്ടർ ഇപ്പോൾ പറയാനോ പറ്റുന്നില്ല. ആ സാധനം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്തിരി മുകളിലോട്ട് സെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ മറ്റേ സോഡ് കാര്യങ്ങളൊക്കെ കുറേ വരുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് അവർ കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ സോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞത്. പണിയായി. ഓക്കെ, മുമ്പോട്ട് കയറ്റി വെച്ചാൽ ഇത് പ്രശ്നമാണല്ലോ ഇവിടെ നിന്ന് പോയാലും. ഒരെണ്ണം ഇങ്ങോട്ട് വെച്ച് ഒരെണ്ണം ആയത്. ഇനി നമുക്കൊരു ഹോപ്പർ നേരെ നിലത്തോട്ട് നോക്കി ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന 2 ബ്ലോക്കും അങ്ങ് മഞ്ച് ചെയ്ത് മാറ്റി. ഈ ചെസ്റ്റ് പോയി മഞ്ച് ചെയ്തുകൊണ്ടിരണം. ചെസ്റ്റ് മഞ്ച് ചെയ്തെടുക്കാം. ചെസ്റ്റ് മഞ്ച് ചെയ്തെടുത്തു. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും എന്ന് തോന്നുന്നു. യെസ്, ലൈറ്റ് എന്തുകൊണ്ടാ? ഒന്നുമില്ല,
പിന്നെ നമുക്ക് വേസ്റ്റ് കളയാൻ ഒരു സ്ഥലം വേണം. അതിനായിട്ട് അതുകൊണ്ട് ഇവിടെയായിട്ടൊരു ബ്ലോക്ക് കുഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് നിൽക്കുമ്പോൾ നമ്മൾ വിടത്തില്ല. എന്നിട്ട് ഒരു ബക്കറ്റ് ലാവ എടുത്തിട്ട് ഓക്കെ സെറ്റ്. ഇപ്പം നമ്മൾ പോയാൽ നമ്മൾ വിടത്തില്ല ഇങ്ങോട്ട്. ലാവ അവിടെ കിടക്കുന്ന നല്ല വെട്ടമുണ്ട്. ഇനി നമുക്കിനി ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കിയാൽ അവന്മാരൊന്നും വിടത്തില്ല. ഓണാക്കത്തിന് ഇതിൻ്റെ സൗണ്ട്, ഇത് ഇച്ചിരി സൗണ്ട് കൂടുതലാണ്. എന്നിട്ട് ഇപ്പം എനിക്ക് ഇതിൻ്റെ സൗണ്ടൊന്നും കേൾക്കത്തില്ല. കാരണം ഞാൻ ഇതിനകത്ത് മൈക്ക് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് കേൾക്കത്തില്ല. അപ്പം ഞാനൊന്ന് മൈക്ക് ഊരിയിട്ട് കേൾപ്പിച്ച് തരാം കേസ് ഇതെങ്ങനെയാണെന്ന് ഇതിൻ്റെ സൗണ്ട് വരുന്നത്. ഞാനൊന്ന് മൈക്ക് ഊരാം. സ്പെയർ മെൻഡിങ് ബുക്ക് ഇല്ലേ, അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യണം. സ്പെയർ മെൻഡിങ് ബുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യണം. പിന്നെ ക്വാളിറ്റി എല്ലാം ഇതായിക്കോളും. നമുക്കൊരു സ്പെയർ മെൻഡിങ് ബുക്ക് പൊട്ടിപ്പോയി. ഒറ്റ അമ്പറിഞ്ഞ ഒന്ന് നല്ലതുപോലെ അറിയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പാവം എൻ്റെ ചെസ്റ്റായിട്ട് മാറ്റിക്കിട്ടെ. എൻ്റെ നെഞ്ചത്തുള്ള എല്ല് കാണാൻ പറ്റും. ഇതൊക്കെ എന്ത് ഇപ്പോഴല്ലേ സെറ്റായത്. ബെഡ് വേണം നമ്മുടെ കയ്യിൽ. ബെഡ് ഇതിനകത്തിരിക്കുമ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മളിതിനകത്ത് ഒരു ഇതിനകത്ത് കുറച്ച് നേരം ഇവിടെ ഏറ്റിരിക്കും ഗൈസ്. എന്നിട്ട് അങ്ങനെ രാത്രി നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാസം കൂടെ ഞാൻ വെച്ചില്ലേ കൂടെ അങ്ങനത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.